ഹായ് എവരിവൺ, ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കുന്നത് ഡ്യുവൽ ലൈറ്റിംഗ് ആണ്. അതായത് രണ്ട് കളറുകൾ വെച്ചുകൊണ്ട് ഒരു പിക്ചറിന് ലൈറ്റിംഗ് കൊടുക്കുന്നു. അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പിക്ചറോ അല്ലെങ്കിൽ കളർ പിക്ചറോ നമുക്ക് എടുക്കാം. പക്ഷേ ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് ഉള്ളത് എടുക്കുക. അപ്പം കുറച്ചുകൂടെ ലൈറ്റിംഗ് എഫക്റ്റ് കുറച്ചുകൂടെ നല്ലതായിട്ട് നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. രണ്ട് മെത്തേഡുണ്ട്. ആദ്യത്തെ മെത്തേഡ് നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. അതിനായിട്ട് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ പുതിയ ലെയർ ഇട്ട് കൊടുക്കുക. പുതിയ ലെയർ ഇട്ട ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, നോർമൽ ബ്ലെൻഡ് മോഡ് നോർമൽ മാറ്റിയിട്ട് എന്ത് ചെയ്യുന്നു, കളറാക്കി കൊടുക്കുക. ഇത് രണ്ടാമത് ചെയ്യാവുന്നതാണ്, പക്ഷേ ആദ്യമേ കൊടുക്കുക. അതിനുശേഷം ഗ്രേഡിയൻ ടൂൾ എടുക്കുക, ജി ആണ് ഷോർട്ട് കട്ട്. എന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടുന്ന് നമുക്ക് കളർ ചൂസ് ചെയ്യാവുന്നതാണ്. കളർ ചൂസ് ചെയ്യുമ്പോൾ ഇവിടെ ലീനിയർ കിടക്കുന്നുണ്ടോ എന്ന് നോക്കിയേക്കുക. കളർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് ഞാനിപ്പോൾ എടുത്തേക്കുന്നത്, വേറെ കളറുകൾ എടുക്കാതിരിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഞാൻ കളർ ഇവിടുന്ന് എന്ത് ചെയ്യുന്നു, ഒരു പിങ്ക് കളറും ഒരു ഗ്രീൻ കളറും ഞാൻ ചൂസ് ചെയ്ത് കൊടുക്കുകയാണ്. രണ്ടാമത്തെ പോയിൻ്റ് ഇതാണ്. ഇതേ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു, എന്ത് ചെയ്യുന്നു, ഒരു ഗ്രീൻ കളർ എന്ത് ചെയ്യുന്നു, ചൂസ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ കൊടുക്കുന്നു. അതിനുശേഷം നമുക്ക് എവിടെയാണോ വേണ്ടത് ആ ഒരു ഭാഗം, എനിക്ക് ഈ ഫേസിലാണ് വേണ്ടതെങ്കിൽ ഫേസിൽ എന്ത് ചെയ്യുക, അവിടെ മാത്രമായിട്ട് എന്ത് ചെയ്യും, ഇവിടുന്ന് ഇങ്ങനെ ഡ്രാഗ് ചെയ്യുക. അപ്പോൾ ഷിഫ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യും, സ്ട്രെയിറ്റ് ആയിട്ടായിരിക്കും നമുക്ക് വരുന്നത്. ഓക്കെ, അതല്ല എനിക്ക് ഫുള്ള് വേണമെങ്കിൽ ഈ അറ്റം മുതൽ ഈ അറ്റം വരെ എന്ത് ചെയ്യുക, ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്ത് ചെയ്യുക, ആ ഒരു ലൈറ്റിങ് നമുക്ക് കാണാവുന്നതാണ്. ഓക്കെ അല്ലേ? ഇത് ഒരു മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതൊന്ന് ഡിലീറ്റ് ചെയ്യുവാണ്. രണ്ടാമത്തെ മെത്തേഡ്, ഈ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഗ്രേഡിയൻ്റ് എടുക്കാവുന്നതാണ്. ഇതുപോലെ തന്നെ ഗ്രേഡിയൻ്റ് ആണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഈ ഗ്രേഡിയൻ്റ് ഇവിടുന്ന് ബേസിക്സ് ചെയ്ത് ഫോർഗ്രൗണ്ടാണ് കിടക്കുന്നത്, അത് വേണ്ട. നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റോ ഏതെങ്കിലും ഒരു കോംബോ കൊടുത്ത ശേഷം എന്ത് ചെയ്യുന്നു, ഇവിടെ കളർ അതേ കളർ തന്നെ പിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമുക്ക് ലെഫ്റ്റ് ടു റൈറ്റ് ആണ് വേണ്ടെങ്കിൽ ഇവിടെ ആംഗിൾ എന്ത് ചെയ്യുക, 90 മാറ്റിയിട്ട് ഒരു 0 ഒക്കെ ആക്കി കൊടുക്കുക. കറക്റ്റ് ഇവിടെ 0 ടൈപ്പ് ചെയ്ത് കൊടുത്താലും മതിയാകും. അതിനുശേഷം ഇവിടെ ഓക്കെ കൊടുക്കുക, നോർമൽ മാറ്റുക, ബ്ലെൻഡ് മോഡ് കളറാക്കി കൊടുക്കുക. സെയിം ഈ രീതിയിലും ചെയ്യാൻ പറ്റും. ഇപ്പോൾ രണ്ട് മെത്തേഡിലും ചെയ്യാം. കുറച്ചുകൂടി ഈസി ആദ്യത്തെ മെത്തേഡാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് ഡ്രാഗ് ചെയ്യാൻ നമുക്ക് ഇഷ്ടപ്രകാരം കൊടുക്കാം. പക്ഷേ രണ്ടാമത്തെ നമുക്ക് ഡ്രാഗ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. അത്രേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.